ഹായ്, ഞാൻ ജോസൂട്ടിയുടെ അപ്പ. അതെ, ഞങ്ങൾ നടത്തുന്ന ചില യാത്രകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ നടക്കുന്ന യാത്രകൾ, അത് ഞങ്ങളിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ്. അയർലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഡബ്ലിൻ സിറ്റി സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെയുള്ള മെയിൻ സ്ട്രീറ്റായിട്ടുള്ള ഒക്കോണൽ സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഒരുപാട് ഇപ്പോൾ യാത്രാ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചില ചെറിയ ചെറിയ യാത്രകളൊക്കെ ഞങ്ങളും ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ കാണുന്ന എന്താണോ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാം, എല്ലാവരെയും ഒന്ന് കാണിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാനും എൻ്റെ മോൻ ജോസൂട്ടിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്ന അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കണം. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ നടക്കുന്നത് ഒക്കോണൽ സ്ട്രീറ്റ്. ഇതിപ്പോൾ അപ്പറാണ്, അതായത് മൊത്തത്തിൽ ഡബ്ലിൻ്റെ മെയിൻ സ്ട്രീറ്റാണ് ഒക്കോണൽ സ്ട്രീറ്റ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒക്കോണൽ സ്ട്രീറ്റ് അപ്പറാണ്. ഒക്കോണൽ സ്ട്രീറ്റ് അപ്പറിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോയി നമ്മൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഡബ്ലിൻ്റെ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള സ്പൈർ എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതാണ് നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം, ഒരു കുന്തം പോലെ ഒരു ഭയങ്കര നീളത്തിലൊരിത് കണ്ടില്ലേ? ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഇത് ആ സാധനമാണ് സ്പൈർ. അതാണ് ശരിക്ക് എന്താ പറയുക, ഡബ്ലിൻ്റെ സെൻറ്റർ, സിറ്റി സെൻറ്റർ. അപ്പോൾ അവിടെ വരെ എന്താ പറയുക, ഒക്കോണൽ സ്ട്രീറ്റ് അപ്പറാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗം ഒക്കോണൽ സ്ട്രീറ്റ് ലോവർ. ലോവർ. അപ്പോൾ അങ്ങനെ 2 ഭാഗമായിട്ടാണ് ഈ ഒക്കോണൽ സ്ട്രീറ്റ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളിപ്പം ഒക്കോണൽ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുകയാണ്. ഇതിപ്പം ക്രിസ്മസ് സീസൺ അല്ലേ കൂട്ടാ? ക്രിസ്മസ് സീസണാണ്. അപ്പം മൊത്തത്തിലൊരു ആഘോഷമാണ് കേട്ടോ. എല്ലാവരും ഇതിപ്പോൾ ക്രിസ്മസ് ആയിട്ടില്ല, 25th ആയില്ല, അതിന് മുമ്പാണ്. ഒരു സൺഡേ ആണ്. അപ്പോൾ ക്രിസ്മസിലോട്ട് എത്തുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താ പറയുക, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്കറിയാം നല്ല ആഘോഷങ്ങളാണ് ക്രിസ്മസിന്. അതുപോലെ ഇവിടെയും ഒരു നവംബറിലൊക്കെ തുടങ്ങിയതാണ് ഇതിൻ്റെ ആഘോഷങ്ങൾ. മൊത്തം ലൈറ്റ്സും. ഇതിപ്പോൾ നമ്മൾ ഒരു രാവിലെ സമയമാണ്, പിന്നെ നേരത്തെ ഇരുട്ടാവും അല്ലേ മോനെ? എത്ര മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും ഇവിടെ കൂട്ടാ? 3:34 ഒക്കെ ആകുമ്പോഴേക്ക് പതുക്കെ ഇരുട്ടായി തുടങ്ങും. അത് കഴിഞ്ഞ് അത് രാവിലെ ആണെങ്കിലും വളരെ ലേറ്റായിട്ടാണ് രാവിലെ ആവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പം മൊത്തം ആ നവംബർ മുതലേ ഇവരിങ്ങനെ മൊത്തം ഒരു ക്രിസ്മസിൻ്റെ, അതായത് ഹാലോവീൻ എന്ന് പറഞ്ഞൊരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഹാലോവീൻ ഒരു സെലിബ്രേഷൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരിതാണ്. അതൊരു ഒക്ടോബർ അവസാനത്തോടു കൂടി ഹാലോവീൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞ് നവംബർ മാസത്തിലോട്ട് തുടങ്ങുമ്പോഴേക്ക് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് വരും. പിന്നെ അതുപോലെ നവംബറിൻ്റെ അവസാനം ആകുമ്പോഴേക്ക് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ദിവസം. അത് കഴിഞ്ഞ് പിന്നെ ഡിസംബർ തുടങ്ങുക. അപ്പം അങ്ങനെ ഡിസംബറിലേക്ക് വന്നു. മൊത്തത്തിലൊരാഘോഷമാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു രാത്രിയിലെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ അത് ഈ വീഡിയോയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ എന്നെ ഇവിടുത്തെ രാത്രിയിലെ കാഴ്ചകളും കാണിക്കാം. അതും ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നിൻ്റെ തിയേറ്റർ കഴിഞ്ഞു പോയല്ലോ. ഇവിടെ ഒരു തിയേറ്ററുണ്ട്, സവോയി എന്ന് പറയുന്നൊരു തിയേറ്ററുണ്ട്. മെയിനായിട്ട് ഇംഗ്ലീഷ് മൂവികളാണ് അവിടെ വരുന്നത് അല്ലേ, സവോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് സ്പൈർ. അപ്പോൾ പിന്നെ മോനെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ മോന് പറയാനുള്ളത്?
ഇത് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, താമസം ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഇവിടെ വരും. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക, ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആയിട്ടുള്ള ഹെൻറി സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അതിലേയും കൂടെ നമ്മൾ യാത്ര ചെയ്യും. പിന്നെ ഇവിടുത്തെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഭയങ്കര രസമാണിത് മൊത്തത്തിൽ. ഇത് GPO എന്ന് പറയും, അതായത് ഇത് പോസ്റ്റ് ഓഫീസല്ലേ. അതെ, ഇവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ട്, ഇവിടെ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇത് ഹെൻറി സ്ട്രീറ്റ്. ഇത് ഞാൻ ഹെൻറി സ്ട്രീറ്റ് വിശദമായിട്ട് കാണിക്കാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ലൂവാസ് എന്ന് പറഞ്ഞിട്ട് ട്രാം സർവീസ് ഉണ്ട്. അത് ഈ സർവീസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇതൊരു ട്രെയിൻ പോലെ വരുന്നതാണ്. ഇവിടെയുള്ള പലർക്കും അറിയാം. അതായത് ഉണ്ടോ ലൂവാസ്, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാവേ. ഇതിപ്പം നമ്മൾ ആ സ്പയർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഒക്കോണർ സ്ട്രീറ്റ് ലോവർ ഇതുണ്ട്. ഇവിടെ എന്തോ ക്രിസ്മസുമായിട്ട് സംബന്ധമായിട്ട് എന്തോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഇതാണ്ട് ഇവിടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു ഡെക്കാത്തലിനുണ്ട്. ഇതാണ്ട് ആ കാണുന്നത് ഡെക്കാത്തലിനാണ്. പിന്നെ H&Mൻ്റെ ഒരു ഷോറൂം. ഇങ്ങനെ എല്ലാവിധ. പിന്നെ ഇവിടെ ഡബ്ലിനിൽ, നമുക്ക് അയർലൻഡിൽ ഇപ്പം ഈ ഡബ്ലിനിൽ വരുമ്പോൾ എനിക്ക് ഡബ്ലിൻ എല്ലായിടത്തും അതെ. അതായത് നമുക്കിപ്പം വസ്ത്രങ്ങളൊക്കെ, ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ നമുക്ക് എന്താ പറയുക, വില കുറഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഡ്രസ്സുകളൊക്കെ വാങ്ങണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലമാണ് ഇത്. പെന്നീസിൻ്റെ ഒരുപാട് ഷോറൂമുകളുണ്ട്. ഇത് ഒക്കോണർ സ്ട്രീറ്റിലെ മെയിൻ പെന്നീസ് ഷോറൂമാണിത്. ഇവിടെ വളരെ വില കുറഞ്ഞ രീതിയിൽ ഡ്രസ്സുകളൊക്കെ കിട്ടും. അങ്ങനൊരു നല്ലൊരു ഏരിയ. പിന്നെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ നല്ലൊരു മഴയായിരുന്നു. പിന്നെ അയർലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ കാണും. മഴ ഒഴിഞ്ഞൊരു നേരം. നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ എപ്പോഴും മഴയാണ്. അതായത് ഇപ്പോൾ വിൻ്ററാണ്. പക്ഷെ വിൻ്റർ ആണെങ്കിൽ ഈ മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെ ഇടയ്ക്കും മഴയും കൂടെ വരും. ഈ മഴയും കാറ്റും കൂടെ വരും. അതാണ് ലൂവാസ്. ഉണ്ടോ ലൂവാസ് പോയോട്ടോ. അപ്പോൾ ഈ മഴയും കാറ്റും മഞ്ഞും കൂടെ ഒക്കെ ആകുമ്പോഴേക്കൊരു വല്ലാത്തൊരു വലിയ ഒരവസ്ഥയാണ് നമുക്ക്. മനസ്സിലായോ? ഒരുപാട് ഡ്രസ്സുകൾ ഒരുപാട് ഇടണം. എന്നിട്ട് പിന്നെ ഈ തണുപ്പും മഴയും നനവും ഒക്കെ കൂടെ ആയിട്ട് ആകെ ഒരു ഇതാണ്. എന്നാലും സമ്മർ ആകുമ്പോൾ നമ്മൾ ഓർക്കും മഴ പോകുമെന്ന് വിചാരിച്ചാൽ എന്നാലും പോവില്ല. ഇതാണ് ഞാൻ ലൂവാസ്. ശരിക്ക് ഇതിനെക്കുറിച്ച് പിന്നെ പറയാം. പക്ഷേ ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ ലൂവാസ്. ഇതാണ് ഇപ്പോൾ ഇത് കണ്ടോ. ഇതിപ്പം ഇതാണ് ലൂവാസ്. അകമൊക്കെ നമ്മൾ മെട്രോ പോലെ തന്നെ, പക്ഷേ ഇത് റോഡിലൂടെയാണ്. കണ്ടോ, ബസ്സും ലൂവാസും ഒക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഒരേ റോഡിലൂടെ ലൂവാസും ബസ്സും എല്ലാം യാത്ര ചെയ്യും. അങ്ങനെ ഒരു ഭയങ്കര രസമാണത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ സിറ്റിയിൽ തന്നെ മക്ഡൊണാൾഡൊക്കെ തൊട്ട് ഒരുപാട് മക്ഡൊണാൾഡും ഒക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണേണ്ട ഒക്കോണർ സ്ട്രീറ്റ്
അതിൽ അവസാന ഭാഗത്തോട്ടെത്തി. ഇതാണ് ഒക്കോണോ സ്ട്രീറ്റ് ലോവറിൻ്റെ ലാസ്റ്റ് എൻഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒക്കോണോ സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തല്ലേ? പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. വേണമെങ്കിൽ ആ ബ്രിഡ്ജും കൂടെ ഒന്ന് കാണിക്കാം അല്ലേ മോനെ? ബ്രിഡ്ജൊന്ന് കാണിക്കാം. നമുക്ക് ബ്രിഡ്ജ് കാണിക്കാം. അതൊരു ഭയങ്കര, അതായത് എല്ലാവരും ഇവിടങ്ങളിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളും ഒക്കെ ആ ബ്രിഡ്ജിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് വേറെ 1-2 സ്ട്രീറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് എനിക്കൊന്ന് അടുത്ത വീഡിയോയിൽ നമുക്കതെല്ലാം കാണിക്കാം അല്ലേ? ചിലപ്പോൾ ചില യാത്രകൾ ഞാനും ജോസൂട്ടിയും കൂടെ നടത്തും, ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോയിൽ ആ സ്ട്രീറ്റൊക്കെ കാണിക്കാം. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോയുടെ തന്നെ അവസാനമായിട്ടോ വല്ലതും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെയൊക്കെ ഒരു നൈറ്റ് വ്യൂവും കൂടെ കാണിക്കാം കേട്ടോ. നല്ല രസമാണ്, കാരണം രാത്രി വേറൊരു വൈബാണ്, ഇപ്പോൾ വേറൊരു ഭംഗിയാണ്. അങ്ങനെയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഒത്തിരി ആളും ബഹളവും അങ്ങനെ ഒരു ആഘോഷം ഒക്കെ അങ്ങനെ കാണാം. രാത്രിയിൽ വേറൊരു, ഇപ്പോൾ ഇത് സിറ്റി, ഇതൊരു ലിഫി വാലി, വാലിയാണ് ഇത്. ഇങ്ങനെ ലിഫി റിവർ ലിഫിയാണ്. ഇതൊക്കെയാണ് ഇത് മെയിൻ സിറ്റി, ഡബ്ലിൻ സിറ്റി. അപ്പോൾ ഇനി നമുക്ക് ഹെൻറി സ്ട്രീറ്റ് കാണാം അല്ലേ ജോസുട്ടി? ഹെൻറി സ്ട്രീറ്റ്, ഇത് ഹെൻറി സ്ട്രീറ്റാണ്. ഇപ്പോൾ ഡബ്ലിനിലൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് ഡബ്ലിൻ സിറ്റിയുടെ ഒരു മെയിൻ സെൻറ്റർ എന്ന് തന്നെ പറയാം അല്ലേ ജോസുട്ടി? ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന പോലെ അമേരിക്കയിൽ എവിടെയാടാ, ജംഗ്ഷനിലാണോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ജംഗ്ഷനിലാണെന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ജംഗ്ഷൻ ഇല്ലയെന്ന് പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ അയർലൻഡിൽ സത്യം പറഞ്ഞാൽ അങ്ങനൊരു ജംഗ്ഷനുണ്ട്. അതായത് അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ് ഡബ്ലിൻ. അപ്പോൾ ഡബ്ലിൻ്റെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ദൂരെ കാണുന്ന ഒരു സ്തൂപം പോലെ ഒരു പൊങ്ങിയൊരു ഇത് കണ്ടില്ലേ, ഒരു തൂണ് പോലൊരു സാധനം, അതാണ് സ്പയർ എന്ന് പറയുന്നത്. ആ സ്പയർ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അയർലൻഡിൻ്റെ ജംഗ്ഷൻ എന്ന് പറയാം, ഹൃദയം. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ സൈഡിലൊക്കെ ക്രിസ്മസ് ഇപ്പോൾ ഈ ചുമന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു കൂടാരം പോലെ കാണുന്നത് ചെറിയ ചെറിയ കടകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ടെമ്പററി കടകളാണ് ക്രിസ്മസ് സംബന്ധമായിട്ട്. പക്ഷേ ഇത് നല്ല രസമാണ് ഇവിടെ. ജോസുട്ടി, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിൽ വന്നിട്ടില്ലേ? ഞാനും ജോസൂട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ അടുത്ത് തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരാറുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ് ശരിക്കും. ഇതിന് രാത്രിക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ലൈറ്റിങ്സൊക്കെ, ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ ഭയങ്കര നല്ലതായിട്ട് കണ്ട്, അതെനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നെങ്കിൽ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തന്നെയാണെങ്കിലും വന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല ഒരു പോഷ് ഏരിയ എന്ന് പറയാം നമുക്ക്. അതായത് കുറച്ച് ആളും ബഹളവും ഒക്കെ ആയിട്ട് ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇപ്പോൾ ഇവിടെ അയർലൻഡിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത്, അത് പ്രത്യേകിച്ച് യൂറോപ്പിലെല്ലായിടത്തും എല്ലാവർക്കും അറിയാം, ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. അത് കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നോ? ഐ തിങ്ക് 2 weeks ago മേ ബി ലൈക്ക് അതായത് എന്നായിരുന്നു നമുക്ക് നവംബർ 29 ആ ഫ്രൈഡേ ആയിരുന്നു ഇവിടുത്തെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. ആ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൽ അല്ലെങ്കിൽ അയർലൻഡിൽ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇനിയുള്ള 70% വരെയൊക്കെ ഓഫാണ് സാധനങ്ങൾക്ക്. അപ്പോൾ അത്രയ്ക്ക് എല്ലായിടത്തും അങ്ങനത്തെ ഓഫുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ
ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം ഇതുണ്ട് ഇവിടെയൊക്കെ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ എന്താ പറയുക, ക്രിസ്മസ് ചന്താന്ന് പറയാം അല്ലേ? ക്രിസ്മസ് ചന്താന്ന് കേട്ടിട്ടുണ്ടോ കേട്ടാ? മോൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെയൊക്കെ എല്ലാവരും ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് ആഘോഷിച്ച് അങ്ങ് പോവുകയാണ്. ഇത് കണ്ടോ, ഒരു കടയാണ് കട, അതൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ആളുകൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇവിടെ യൂറോപ്പിലൊക്കെ മിക്ക രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ അറിയാം. ഇതുകൊണ്ട് ഇങ്ങനെ ബൊക്കേകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഒരു ക്രിസ്മസ് മൂഡിലാണ്. പിന്നെ ഐ തിങ്ക് യു ഹാവ് സീൻ ദാറ്റ് ബിഫോർ റൈറ്റ്? ലാസ്റ്റ് നൈറ്റ്, മുമ്പ് ഏതോ ഒരു നൈറ്റിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ കണ്ടതല്ലേ മോനെ? അല്ല ലൈക്ക് അതായത് എല്ലാവരും പാട്ടൊക്കെ പാടി അങ്ങനെ. പിന്നെ ഇതിപ്പോൾ പിന്നെ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡബ്ലിനാണ് മെയിൻ സിറ്റി എന്ന് അറിയാമല്ലോ. അപ്പം ഈ ഡബ്ലിനിൽ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് എൻ്റെ ചെറിയ അറിവിൽ മെയിനായിട്ടുള്ള 3 ഷോപ്പിംഗ് മാളുകളാണുള്ളത് ഡബ്ലിനിൽ. അത് ഇവിടെ 2 ഇവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അതായത് ഒന്ന് ഇവിടുത്തെ ജെർവിസ് അല്ലേ മോനെ, ജെർവിസ് ഷോപ്പിംഗ് മാൾ. രണ്ടാമത്തെ ഇവിടെ ഉള്ള ഏതാ? കുറച്ചുകൂടെ ഒച്ചയ്ക്കൊക്കെ പറഞ്ഞോട്ടെ, ആളുകൾ കേട്ടോട്ടെ. ഇലാക്ക് എന്ന് പറഞ്ഞിട്ട് അത് 2 ഓപ്പോസിറ്റാണ് കേട്ടോ. ഇതിൻ്റെ 2 വിച്ച് വൺ? ലാസ്റ്റ് വൺ ഞാൻ പറയാം. അത് ഇവിടെയല്ല, അത് ഹെൻറി സ്ട്രീറ്റിലല്ല. എനിക്ക് തോന്നിയതാണ് കേട്ടോ. അതായത് സ്റ്റീഫൻസ് ഗ്രീൻ എന്നും പറഞ്ഞിട്ട് ഡബ്ലിനിൽ സ്റ്റീഫൻസ് ഗ്രീൻ എന്നും പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളുണ്ട്. അത് കാണാൻ നല്ല ആർക്കിടെക്ചർ, അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര രസമാണ്. അത് കാണാൻ ഭയങ്കര രസമാണ്. അതായത് മുഴുവൻ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടല്ലേ. അപ്പോൾ ഐസ്ക്രീം ഷോപ്പോ? അതായത് എന്നിവിടെ വന്നാലും ഇവന് ഒരു ചെറിയൊരു സൈഡിലോട്ടൊരു വലിവുള്ള സ്ഥലമാണിത്. അതായത് ഇവിടെ മുഴുവൻ ഐസ്ക്രീമാണ്. അതവനൊന്ന് ഇച്ചിരി ഒരു ചെറിയ ആഗ്രഹമുള്ള സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈർ എന്ന് പറയുന്നുണ്ടോ. ഇത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ജംഗ്ഷൻ അല്ലേ? പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് പോകാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യകാലത്ത് കുറച്ച് നാളൊരു എന്താ പറയുക, ഒരു 5-6 വർഷം മുമ്പൊക്കെ ഞങ്ങൾ സിംഗപ്പൂരിലുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ നമ്മുടെ നാട്ടിലിപ്പോൾ കൊച്ചിയിൽ മെട്രോ ഉണ്ടല്ലോ. മെട്രോ ഉള്ള പോലെ തന്നെ ഇവിടെയുള്ള മെട്രോയുടെ വേറൊരു ഇതാണ് ഇവിടെ ലൂവസ് അല്ലേ? ഡാർട്ട് പോലെ ട്രെയിൻ പോലെയാണ്, നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെയാണ്. ഇവിടെ ഡാർട്ട് എന്നാണ് ഇവിടുത്തെ ട്രെയിൻ സർവീസ്. ഡാർട്ട് എന്ന് പറയും. പിന്നെ ഐറിഷ് റെയിലും ഉണ്ട്. പക്ഷേ അതല്ലാതെ നമ്മൾ പറയാനുള്ള ട്രാം എന്ന് പറയുമല്ലോ, റോഡിലൂടെ ട്രെയിൻ പോകുന്നത് കണ്ടിട്ടില്ല? അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെയുണ്ട്. ഇവിടുത്തെ ആ ട്രാം സർവീസിന് ഇവിടെ അയർലൻഡിൽ പറയുന്നതാണ് എന്താ ലൂവസ് എന്നാണോ ലൂസ് എന്നാണോ അങ്ങനെ എന്തോ ഒരു ലൂവസ്. അത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചുതരാം. നമ്മുടെ ജോസൂട്ടിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മളീ പറഞ്ഞ ഇതുണ്ടോ സ്പൈർ എന്ന് പറയുന്നത്. കുറച്ച് നല്ല പൊക്കമുണ്ട്. ഇത് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നോക്കിയാലും നമുക്ക് കാണാൻ. രാത്രിയിലൊക്കെയാണ് അതിൻ്റെ അറ്റത്തൊക്കെ ലൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് കണ്ടോ ട്രാം പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ട്രാം എന്ന് പറഞ്ഞത്, അത് ലൂവസ്. അത് പോകുന്ന റെയിൽവേ ലൈനാണിത് റോഡിലൂടെ. അത് ഇപ്പോൾ ഇല്ല. സൺഡേയിലൊക്കെ ഇവിടെ വളരെ ഇതിപ്പം ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ലൂവസൊക്കെ വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അതായത് നമുക്ക് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ മോനെ. തെന്നി വീടല്ലേ ഇത് കണ്ടോ. ഇവിടെ ടൗണിൽ തന്നെയായിട്ട് ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചേക്കുക. വലിയ ക്രിസ്മസ് ട്രീ. ഇപ്പോൾ കണ്ടില്ലേ? ഞാനത് ഇന്നലെ കണ്ടായിരുന്നത്. ഇന്നലെയാണ് ഞാനത് കണ്ടത്. പിന്നെ വേറൊരു ഭയങ്കര രസമുള്ളൊരു കാര്യം, പുൽക്കൂട് കണ്ടോ മോനെ? അത്ര വലിയ പുൽക്കൂടല്ലേ, നോക്കിയേ.
അതിനകത്ത് പക്ഷേ ക്രിസ്മസ് 25th ആകാത്തത് കൊണ്ട് ഈശോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈശോയ്ക്കുള്ളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈശോ ഉണ്ടായി വരും, 25th വരും. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഇനി ഭയങ്കര രസമുള്ളൊരു കാര്യം കാണിക്കാം. ഇതുണ്ട്, ഇത് സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു റൗണ്ടിലൊരിത്, ഒരു സ്ക്രീൻ പോലെ. അവിടെ എല്ലാ ദിവസവും ചില പല രാജ്യങ്ങളുടെ സിറ്റികൾ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ സിറ്റികൾ ഇങ്ങനെ കാണിക്കും. ഇന്നിപ്പോൾ നമ്മൾ അത് ഏതാ മോനെ ഫ്ലാഗ്? ഒച്ചയ്ക്ക് പോളണ്ട്. പോളണ്ടിൻ്റെ ഒരു സിറ്റി ആണിത്. കണ്ടോ, അവിടെ നിന്ന് നമ്മൾ നിന്ന് അവിടെ നിന്ന് ആൾക്കാർക്ക് നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ അവർക്കും കാണാം, അവർക്കും കാണാം, അവരെ നമുക്കും കാണാം. എല്ലാവരും അത് ടാറ്റ കൊടുക്കുന്നതാണ്. നോക്കി മോനും ടാറ്റ കൊടുത്തതാണ്. കേട്ടോ, അവർ അവിടെ നിന്നും ടാറ്റ കൊടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത്. മനസ്സിലായി അത് ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഇവിടത്തെയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള. അതായത് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യണം ഓരോ മൊമെൻറ്റും. എങ്ങനെയൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതുണ്ട്, ഇത് ഇവിടുത്തെ വേറൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹോപ്പ് ഓഫ് ഒരു ബസ് സർവീസാണ്. കണ്ടോ, ടോപ്പ് അപ്പർ ബെർത്തൊക്കെ ഓപ്പണായിട്ട്. അപ്പോൾ ആളുകൾക്ക് സ്ഥലങ്ങൾ കണ്ട് ഈ സിറ്റിയിൽ കൂടെ ഉള്ളൊരു റൈഡാണ്. എനിക്കൊന്ന് ഇതിന് 35 യൂറോയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. ഇതിന് നമുക്ക് 24 hour യാത്ര ചെയ്യാം. എവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇറങ്ങാം. ഇങ്ങനെ ബസ് സർവീസ്, ഇതിൻ്റെ തന്നെ ബസ് സർവീസുകൾ കാണും. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു ഇത് കണ്ടോ, ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. സിറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ബസ് സർവീസ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കടന്നു വന്ന എൻട്രി സ്ട്രീറ്റാണ്. കേട്ടോ, എൻട്രി സ്ട്രീറ്റിൻ്റെ എൻട്രൻസ് ഇതാണ്. അങ്ങോട്ട് പോകുന്ന ഭാഗം നോർത്ത് ഏൾ സ്ട്രീറ്റാണ്. നോർത്ത് ഏൾ സ്ട്രീറ്റ്. ഷോപ്പിംഗ് മാളുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഇലാക്കും ജെർവിസും. അതിലെ ഇലാക്കിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, ഇത് ഇലാക്കിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ മേളിലൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇപ്പം കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെയുള്ള ലുലു മാളുകളിലൊക്കെ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളെല്ലാം ഇതുപോലെയൊക്കെ ഈ ഒരു രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതത്ര വലിയ പുതുമയൊന്നും ആയിരിക്കില്ല, എന്നാലും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ക്രിസ്മസിനൊക്കെയുള്ള പ്രത്യേക ഓഫറുകളൊക്കെ. ഇവിടെ സാധാരണ ഓഫർ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ സെയിലെന്നാണ് പറയുക. കൂടുതലും ഇതുണ്ട് ഇങ്ങനെ മുകളിലൊക്കെ. ഇതിപ്പോൾ ഇലാക്കാണ്. ഇതെല്ലാം എനിക്കൊന്ന് ഡിസംബർ അവസാനം വരെ ഈ ആഘോഷങ്ങളും ഈ സെയിലുകളും ഒക്കെ ഉണ്ട്. ഇതുണ്ട്, ഇത് കണ്ടില്ലേടാ, ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇത് ഡൺസ് സ്റ്റോഴ്സാണ്. ഈ ഡൺസ് സ്റ്റോഴ്സും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പെന്നീസ് പോലെ തന്നെ, പെന്നീസിൻ്റെ ഒരു ഘട്ടവും കൂടെ മുകളിലോട്ടുള്ളൊരു കുറച്ചുകൂടെ ഒരു ക്യാഷ് കൂടുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ, കുറച്ചുകൂടെ ഇതായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഡൺസ്. ഇതുണ്ട്, ഇതുണ്ട് ലിവർപൂളിൻ്റെയൊക്കെ ചെറിയൊരു ഷോറൂം. ഇവിടെ ജോസൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ടല്ലോടാ. അതെ, ഇവന് പ്ലേയിങ് കാർഡ്സൊക്കെ വാങ്ങാറുണ്ട് ഇവിടെ നിന്ന്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഈ നടുക്കൂടെയൊക്കെ കാണുന്ന പലതും ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറിയ താൽക്കാലികമായിട്ടുള്ള ചെറിയ ഇതൊക്കെയാണ്. പിന്നെ ഇത് കുട്ടികളുടെ ബാഗ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്നിഗിൾസ്. എല്ലായിടത്തും ഓഫറുകളാണ് കേട്ടോ. ജോസൂട്ടി ഇടയ്ക്കൊന്ന് സ്റ്റക്കാകുന്ന വേറൊരു സ്ഥലമാണിത്. സ്ട്രോബെറി ഉണ്ടോ, സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടോ. സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് താഴോട്ട് ഒഴുകി ഇറങ്ങുന്ന ചോക്ലേറ്റും, വൈറ്റ് ചോക്ലേറ്റും മറ്റേ ചോക്ലേറ്റും ഉണ്ട്. അത് മിക്സ് ചെയ്തിട്ട് 5 യൂറോയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ക്രിസ്മസിൻ്റെയൊക്കെ
മറ്റ് സാധനങ്ങൾ. എന്താ മോനെ? എന്താണ്? ഇത് ഞാൻ കാണിച്ചായിരുന്നു മോനെ. ഇത് കുട്ടികളുടെ ക്രിസ്മസിൻ്റെ എന്താ അവർ തന്നെ റെഡിമെയ്ഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നല്ല നല്ല എന്താ പറയുക, നല്ല ഓളമാണ്, നല്ല അടിപൊളിയാണ്, ഒരു രസം. ഞങ്ങളിവിടെ വന്നിട്ട് 2 വർഷമായി. ജോസൂട്ടീൻ്റെ ഇടയ്ക്ക് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നാട്ടിലോട്ടൊന്ന് വന്നിരുന്നു. അതുകൊണ്ട് 2 വർഷം പഴയ അനുഭവമാണ് എനിക്ക് ലുലു മാളിലൊക്കെ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഇപ്പോൾ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ഇതാണ് ഇലാക്ക്. ഇനി നമുക്ക് ഏതാ മോനെ കാണിക്കേണ്ടത്? നമുക്ക് എന്താ ജെർവിസിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിപ്പം ആദ്യത്തെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയ കുറവുകളും കൂടുതലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോകളിലൊക്കെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ജെർവിസിൻ്റെ ഷോപ്പിംഗ് മാള്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ 2 ഷോപ്പിംഗ് മാളുകളിൽ ജെർവിസാണ് കുറച്ചുകൂടെ വലുത്. അതായത് അതെ, ജെർവിസ് തന്നെയാണ് വലുത്. ജെർവിസിന് 2-3 ഫ്ലോറുകളുണ്ട്. ഇതുണ്ട്, ഇത് കുറച്ച് അലങ്കാരങ്ങളൊക്കെ കൂടുതലാണ്. ഇവിടെ കുറച്ചുകൂടെ ഷോറൂമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ കൂടുതലാണ്. ഇതുണ്ട്, ഇപ്പം ഇതുണ്ട് ഇവിടെ. ഇപ്പോൾ JD സ്പോർട്സ് ഭയങ്കര രസമാണ് കണ്ടത്. ലൈറ്റ്സൊക്കെ ഇതൊക്കെ ഇവിടെയല്ല, പുറത്ത് രാത്രിയിൽ ഇതുപോലെ തന്നെയാണ്. രാത്രി ഭാഗത്ത് പുറത്ത് നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ വെച്ച്. ജെർവിസ് ഷോപ്പിംഗ് മാളിൻ്റെ എന്താ പറയുക, നടുത്തളം എന്ന് പറയാം. നടുത്തളത്തിൽ 1-2 നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. ചോക്ലേറ്റുകൾ പല സാധനങ്ങളുടെ ഷേപ്പിൽ ഇതുണ്ട്. ഇതെല്ലാം ചോക്ലേറ്റാണ്. നല്ല വിലയാണ് കേട്ടോ എല്ലാത്തിനും. 15 യൂറോയൊക്കെയാണ്. കൈവിലങ്ങ്, നട്ട്, ബോൾട്ട്, കത്രിക ഇതെല്ലാം ചോക്ലേറ്റാണ്. ഒരൊറ്റ കടി കൊണ്ട് എല്ലാ സൗന്ദര്യവും പോകും. പക്ഷേ ടേസ്റ്റിയാണ്, എക്സ്പെൻസീവാണ്, പക്ഷേ നല്ല ഭംഗിയാണ് ആദ്യം വാങ്ങി കാണാൻ. അപ്പം പക്ഷേ അത് താൽക്കാലിക സാധനമാണ് കേട്ടോ. അത് വെറും ക്രിസ്മസിലേക്ക് മാത്രമാണ്. ക്രിസ്മസ് കഴിയുമ്പോൾ അത് മാറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. അതിനകത്ത് വേറൊരു രസം കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിക്കോണം, മുകളിലേക്ക് നോക്കിക്കോണം. ഉണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ കയറി വലിഞ്ഞു കയറി പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? അത് മേളിൽ നിന്ന് ഞങ്ങൾ കാണിക്കാം. ഇതിവിടുത്തെ കറീസ് എന്ന് പറയുന്ന ഒരു, അതായത് മൊബൈലല്ല, എന്താ പറയുക, ലാപ്ടോപ്പുകൾ, പിന്നെ മെയിനായിട്ട് ലാപ്ടോപ്സാണ്. ലാപ്ടോപ്പ്, സൗണ്ട് സിസ്റ്റം, അങ്ങനെയുള്ള ഹെഡ്സെറ്റുകൾ, ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുന്ന ഇലക്ട്രോണിക്. പിന്നെ മൊബൈലും കിട്ടും, ആപ്പിൾ, സാംസങ് അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടും. ഇത് സാന്റാക്ലോസിന് ഒരു പ്രത്യേക ടൈമിങ്ങിൽ ഇപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല കൂട്ടാ. ഞങ്ങളിത് ജോസൂട്ടി മുമ്പൊന്ന് ഇതിൽ കയറിയായിരുന്നു. ഇതിനകത്ത് ഞങ്ങൾ കയറിയായിരുന്നു. ഞാനും ജോസൂട്ടിയൊക്കെ കൂടെ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതുണ്ടോ, ഇതിനകത്ത് സാന്റാക്ലോസ് ഉണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, ഹോളിവുഡ് സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള നല്ല അസലൊരു സാന്റ, ഒരു നല്ലൊരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഇതിനകത്തുണ്ട്. ആ അപ്പൂപ്പനുമായിട്ട് ജോസൂട്ടി കുറച്ച് നേരമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ അപ്പൂപ്പനുമായിട്ട് സംസാരിക്കുന്നത് പറ്റുകയാണെങ്കിൽ ഇടാം. And if I'm going to bring some lovely presents, are you going to leave out some nice treats for me? What are you going to leave out? I love cookies. Chocolate chips, my favourite. And the reindeer, they work very hard. Do they get an owl treat as well? What do they do? Oh, carrots. Oh, carrots. Brilliant idea. Carrots are like rocket fuel for the reindeer. Ho, 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 ho. And I have a long way to go. I could do with some rocket fuel in my reindeer. Now, I have one last question, my friend. Would you like a little present today? Oh, you would? Oh, I'm very glad. I asked my elf to set a little surprise outside for you. So when you go out now to get your photo, there'll be a present from me waiting as well. Is that okay? Right. Thank you so much for coming to see me. I do so love seeing all my friends this time of year. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ക്രിസ്മസ് അപ്പൂപ്പൻ
പൊങ്ങി താഴോട്ടും മുകളിലോട്ടും പൊങ്ങി താന്നും പൊങ്ങിയും വരുന്നത് അത് ഞാൻ കാണിക്കാം. കണ്ടോ അപ്പൂപ്പൻ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇതുണ്ട്. കണ്ടോ അത് കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ എന്തൊരു വ്യൂ ആണെന്ന് നോക്കും. നല്ല ഞാൻ അതിൻ്റെ മുകളിലൊന്ന് കയറുന്നോ? കയറുന്നോ? എല്ലാവരും ഒന്ന് കയറിയതായിരുന്നു. ഇതിൻ്റെ ഒരു എക്സിറ്റും കൂടെ, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ കാണിക്കും. ഒരു ഇതുണ്ട്, ഒരു അപ്പൂപ്പൻ മുകളിൽ കിടന്ന് ഉറങ്ങുന്നതുണ്ട്. അതൊക്കെയാണ് രസം. എവിടെയൊക്കെ എന്തൊക്കെ തമാശകളും രസങ്ങളും ഉണ്ടാക്കി വെക്കാമോ. ഈ മാളുകളെല്ലാം അയർലൻഡിലെന്നാണ് എനിക്കൊന്ന്, പ്രത്യേകിച്ച് ഡബ്ലിനിൽ മാളുകളെല്ലാം ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് 8 മണി വരെയൊക്കെ, 8 തൊട്ട് 9 തൊട്ട് 8 മണി വരെയൊക്കെ തുറന്നിരിക്കും ഇപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ. അതല്ലെങ്കിൽ ഇതെല്ലാം 6 മണി 7 മണി ഈ സമയത്തെല്ലാം അടയ്ക്കും. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രാത്രി കാഴ്ചകളും മറ്റുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ ഞങ്ങൾ വരാം. സുട്ടി അപ്പോൾ നമുക്ക് നിർത്തിയേക്കാം അല്ലേ. ബൈ.